വെൽക്കം ടു CSEB ആസ്പിറൻസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് PYQ സീരീസ് 2024-25 തുടർച്ചയായിട്ടുള്ള ഭാഗമാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്തിരുന്ന ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ്, അതിൻ്റെ തുടർച്ച തന്നെയാണ്. ഇന്ന് ഇംഗ്ലീഷും GK ക്വസ്റ്റ്യൻസും ആണ് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കോഡ് പറയാം, 1060/2025 പുതിയ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നിരുന്നത്. അത് കഴിഞ്ഞ് നമുക്കിപ്പോൾ അടുത്ത് നടന്ന എക്സാംസൊക്കെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം, ഈ സീരീസിൽ ഉൾപ്പെടുത്താം കേട്ടോ. ബാക്കി ക്വസ്റ്റ്യൻസൊക്കെ പിന്നെ ഇതിൽ നമ്മൾ അക്കൗണ്ടൻസിയും കൂടി ചെയ്യാനുണ്ട്, അപ്പോൾ അതും ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ എക്സാം കഴിഞ്ഞ എക്സാം പിന്നെ അത്യാവശ്യം നല്ല നിലവാരത്തിലുള്ള ചോദ്യങ്ങളായിരുന്നു വന്നിരുന്നത്. എക്സാം എഴുതിയവർക്കും ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടവർക്കും ഒക്കെ അറിയാം അല്ലേ. ഓക്കെ, അപ്പോൾ നല്ല രീതിയിലുള്ള പരിശ്രമം അത്യാവശ്യമാണ്. അപ്പോൾ നമ്മൾ കോപ്പറേറ്റീവ് ലോ അത്യാവശ്യം ആഴത്തിൽ തന്നെ ചോദിച്ചിട്ടുണ്ട്. കോപ്പറേറ്റീവ് ലോയുടെ കോഴ്സ് നമ്മളിപ്പോഴും ചെയ്യുന്നുണ്ട്. ഇൻട്രസ്റ്റഡ് ആയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഗ്രൂപ്പിലേക്ക് ജസ്റ്റ് മെസ്സേജ് അയച്ച് ചോദിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ചെയ്യുന്ന വീഡിയോകളുടെ എല്ലാം നോട്ട്സ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ നോക്കാം. ചൂസ് ദ കറക്റ്റ് സിനോണിം ഫോർ ദ വേർഡ് വില്ലി എന്ന് പറഞ്ഞ വേർഡിൻ്റെ സിനോണിമാണ് ആദ്യമായിട്ട് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. കണ്ണിങ് കൊടുത്തിട്ടുണ്ട്, ആൻഗ്രി കൊടുത്തിട്ടുണ്ട്, സാഡും ലൗഡും കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ വില്ലി എന്ന് പറഞ്ഞാൽ സിനോണിമാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. സമാനപദം എന്ന് പറയുന്നത് കണ്ണിങ് എന്നാണ്. കണ്ണിങ് ആണ് സമാനപദം. ഓക്കെ, കണ്ണിങ് ആണ് നമ്മൾ ഉത്തരം കൊടുക്കേണ്ടത് കേട്ടോ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, അതായത് പിക്ക് ദ കറക്റ്റ് ആൻറ്റോണിം ഫോർ അമിസ് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അത് ക്യാൻസൽ ചെയ്യാണ് ഉണ്ടായിരുന്നത് കേട്ടോ. ക്യാൻസൽ ചെയ്തു. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അമിസ് എന്ന് പറഞ്ഞ വാക്കിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻറ്റോണിം അവിടെ കൊടുത്തിട്ടില്ല. ആൻറ്റോണിം കൊടുക്കാത്ത കാരണമാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് അമിസ് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം റോങ്, ഇംപ്രോപ്പർ, ഫോൾട്ടി എന്നതായിരുന്നു. റോങ്, ഇംപ്രോപ്പർ, ഫോൾട്ടി എന്നതായിരുന്നു. അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വേണമല്ലോ കൊടുക്കാൻ. ഓക്കെ, അപ്പോൾ അതാണ് അതിന് കറക്റ്റ് കൊടുക്കാത്ത കാരണം. കറക്റ്റ്, റൈറ്റ്, പ്രോപ്പർ, പെർഫെക്റ്റ് ഇവയിൽ ഏതെങ്കിലും ഒന്നും ഉണ്ടായിരുന്നെങ്കിൽ കൊടുക്കാമായിരുന്നു. പക്ഷെ അതൊന്നും ഓപ്ഷനായിട്ട് കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് അവർ എന്ത് ചെയ്തത്, അത് ക്യാൻസൽ ചെയ്തത് കേട്ടോ. അപ്പോൾ കറക്റ്റ് ഇതിൻ്റെ ആൻറ്റണിം ഏതൊക്കെയാണ് അത് നമുക്ക് പഠിച്ചു വെക്കാം. കറക്റ്റ് എന്ന് കൊടുക്കാം, റൈറ്റ്, പ്രോപ്പർ, പെർഫെക്റ്റ് ഇതെല്ലാം ഇതിൻ്റെ ആൻറ്റണിംസ് ആണ്. അർത്ഥം വരുന്നത് റോങ്, ഇംപ്രോപ്പർ ഓർ ഫോൾട്ടി എന്നത് അർത്ഥമാണ് കേട്ടോ അതിൻ്റെ. ഓക്കെ, അപ്പോൾ സിനോണിം ചോദിച്ചു കഴിഞ്ഞാൽ റോങ്, ഇംപ്രോപ്പർ, ഫോൾട്ടി എന്ന് എഴുതാം. ആൻറ്റോണിം ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ്, റൈറ്റ്, പ്രോപ്പർ ആൻഡ് പെർഫെക്റ്റ് എന്ന് എഴുതാം. അടുത്തതും ഇതുപോലെ ക്യാൻസൽഡ് ക്വസ്റ്റ്യൻ ആണ്. മനേഷ് റിഗ്രറ്റഡ് ദ വോൾ അഫെയർ. ഹി വാസ് തിങ്കിങ് ദാറ്റ് ദോസ് വേർഡ്സ് ഡാഷ് കൊടുത്തിട്ടുണ്ട്. ഹാഡ് ബെറ്റർ നോട്ട് ടു ബി സ്പോക്കൺ, ഹാഡ് ബെറ്റർ നോട്ട് ബീൻ സ്പോക്കൺ, ഹാഡ് സ്പോക്കൺ ബൈ മിസ്റ്റേക്ക്, വുഡ് നോട്ട് ബി സ്പോക്കൺ. ഓക്കെ, ഇത്രയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഏകദേശം കൊടുക്കാൻ പറ്റുന്നത് ഹാഡ് ബെറ്റർ നോട്ട് ബീൻ സ്പോക്കൺ ആണ്. പക്ഷെ അത് കറക്റ്റ് അല്ല. ഫുൾ സ്യൂട്ടബിൾ ആണോ ചോദിച്ചാൽ അല്ല. അതുകൊണ്ടാണ് ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തത് കേട്ടോ. അപ്പോൾ എന്താ കാരണം എന്ന് വെച്ചാൽ ഇതൊരു ഹാഡ് ബെറ്റർ ഈസ് യൂസ്ഡ് ഫോർ അഡ്വൈസ് ഓർ നെസസിറ്റിക്ക് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യാറ്. അതൊരിക്കലും ഒരു റിഗ്രറ്റ് എക്സ്പ്രസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന വേർഡല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഹാഡ് ബെറ്റർ മാത്രമാണ് ഇവിടെ എടുക്കാൻ പറ്റുന്നതുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഹാഡ് ബെറ്റർ ഒഴിവാക്കി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സെൻറ്റൻസിനെ കറക്റ്റ് ഫോമിലാക്കുകയാണെങ്കിൽ മഹേഷ് അല്ലെങ്കിൽ മനേഷ് റിഗ്രറ്റഡ് ദ വോൾ അഫെയർ. ഹി വാസ് തിങ്കിങ് ദാറ്റ് ദോസ് വേർഡ്സ് ഹാഡ് നോട്ട് ബീൻ സ്പോക്കൺ എന്ന് വെക്കാം. ഓക്കെ, ഹാഡ് നോട്ട് ബീൻ സ്പോക്കൺ. ഈ ബെറ്റർ ഒഴിവാക്കിയിട്ട് ഹാഡ് നോട്ട് ബീൻ സ്പോക്കൺ എന്നൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ അത് കൊടുക്കാമായിരുന്നു. പക്ഷെ അത് ഇല്ലാത്ത കാരണം ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തു. അപ്പോൾ ആൻസർ ഏതാണ്? മനേഷ് റിഗ്രറ്റഡ് ദ വോൾ അഫെയർ. ഹി വാസ് തിങ്കിങ് ദാറ്റ് ദോസ് വേർഡ്സ് ഹാഡ് നോട്ട് ബീൻ സ്പോക്കൺ എന്നതാണ്. അടുത്തത് നമ്മുടെ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ടാഗ് ആയിരുന്നു. യു ആർ കമ്മിങ് വിത്ത് അസ്. യു ആർ കമ്മിങ് വിത്ത് അസ്. അപ്പോൾ ഇവിടെ നോട്ട് വന്നിട്ടില്ല. അപ്പോൾ എല്ലാവർക്കും അറിയാം പോസിറ്റീവ് സെൻറ്റൻസ് ആയിട്ടാണ്. അപ്പോൾ നമ്മൾ അതിന് എന്ത് ചെയ്യും, ആൻസറിൽ നെഗറ്റീവ് ആക്കണം അല്ലേ. അപ്പോൾ നോട്ട് ചേർക്കണം ആദ്യം. ഇവിടെ ആറാണ് വന്നിട്ടുള്ളത്. യു ആർ കമ്മിങ് എന്നല്ലേ. അപ്പോൾ 6 എടുക്കുക, നോട്ട് ചേർക്കുക, അതിൻ്റെ കൂടെ യുവും കൊടുക്കുക. അപ്പോൾ 6 × യു എന്നതാണ് ഇവിടെ ഉത്തരമായിട്ട് വരിക കേട്ടോ. ഏതാ ഉത്തരമായിട്ട് വരിക? 6 × യു എന്നതാണ് ഇവിടെ ഉത്തരമായിട്ട് വരിക. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 639 ചോദ്യം. എ പേഴ്സൺ ഹൂ റൈറ്റ്സ് ഡിക്ഷണറീസ്.
ആര് ഡിക്ഷണറി എഴുതുന്ന ആളിനെ എന്തു പേരിലാണ് അറിയപ്പെടുന്നത്? ലെക്സിക്കോഗ്രാഫർ എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ലെക്സിക്കോഗ്രാഫർ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ആരാണ് ഹിസ്റ്റോറിയൻ എന്ന് നോക്കാം. ഹിസ്റ്റോറിയൻ എന്നത് എ പേഴ്സൺ ഹൂ സ്റ്റഡീസ് ആൻഡ് റൈറ്റ്സ് അബൌട്ട് ദ പാസ്റ്റ്. ഓക്കെ, ഹിസ്റ്റോറിയൻ എന്ന് വെച്ചാൽ ആരാണ്? എ പേഴ്സൺ ഹൂ സ്റ്റഡീസ് ആൻഡ് റൈറ്റ്സ് അബൌട്ട് ദ പാസ്റ്റ്. ലെക്സിക്കോഗ്രാഫർ നമ്മൾ പറഞ്ഞു എ പേഴ്സൺ ഹൂസ് ജോബ് ഈസ് ടു റൈറ്റ്, കമ്പൈൽ ഓർ എഡിറ്റ് ഡിക്ഷണറീസ്. അതാണ് ലെക്സിക്കോഗ്രാഫർ. ആൻഡ് ലിംഗ്വിസ്റ്റിക് വേറൊരു ഓപ്ഷൻ ആയിരുന്നു. അത് എ പേഴ്സൺ ഹൂ സ്റ്റഡീസ് ലാംഗ്വേജ് ആൻഡ് ഇറ്റ് സ്ട്രക്ചർ. അതിനെ പറയുന്നതാണ് ലിംഗ്വിസ്റ്റിക്. എ പേഴ്സൺ ഹൂ സ്റ്റഡീസ് ലാംഗ്വേജ് ആൻഡ് ഇറ്റ് സ്ട്രക്ചർ ഈസ് നോൺ ആസ് ലിംഗ്വിസ്റ്റിക്. ആൻഡ് ദ എഡിറ്റർ വന്നിട്ടുണ്ട്. അപ്പം എഡിറ്റർ എന്താണ്? എ പേഴ്സൺ ഹൂ പ്രിപ്പയർസ് റിട്ടൺ മെറ്റീരിയൽ ഫോർ പബ്ലിക്കേഷൻ ബൈ ചെക്കിങ് ആൻഡ് കറക്റ്റിംഗ് ദ ടെക്സ്റ്റ്. അതാണ് എഡിറ്റർ എന്ന് പറഞ്ഞത്. അപ്പോൾ ഒന്നും കൂടി പറയാം. ഹിസ്റ്റോറിയൻ എന്ന് പറഞ്ഞാൽ എ പേഴ്സൺ ഹൂ സ്റ്റഡീസ് ആൻഡ് റൈറ്റ്സ് അബൌട്ട് ദ പാസ്റ്റ്. ലെക്സിക്കോഗ്രാഫർ എന്ന് പറഞ്ഞാൽ എ പേഴ്സൺ ഹൂസ് ജോബ് ഈസ് ടു റൈറ്റ്, കമ്പൈൽ ഓർ എഡിറ്റ് ഡിക്ഷണറീസ്. ലിംഗ്വിസ്റ്റിക് എന്ന് പറഞ്ഞാൽ എ പേഴ്സൺ ഹൂ സ്റ്റഡീസ് ലാംഗ്വേജ് ആൻഡ് ഇറ്റ് സ്ട്രക്ചർ. എഡിറ്റർ എന്ന് പറഞ്ഞാൽ എ പേഴ്സൺ ഹൂ പ്രിപ്പയർസ് റിട്ടൺ മെറ്റീരിയൽസ് ഫോർ പബ്ലിക്കേഷൻ ബൈ ചെക്കിംഗ് ആൻഡ് കറക്റ്റിംഗ് ദ ടെക്സ്റ്റ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഉത്തരമായിട്ട് വന്നത് ഏതാണ്? ലെക്സിക്കോഗ്രാഫർ ആണ് അല്ലേ, എ പേഴ്സൺ ഹൂ റൈറ്റ്സ് ഡിക്ഷണറീസ്. നെക്സ്റ്റ് വൺ വന്നിട്ട് ഐഡൻറ്റിഫൈ ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ അവിടെ ഇൻകറക്റ്റ് ആയിട്ടുള്ളത് കാണിക്കുന്നുണ്ട് അല്ലേ. ഇതാണ് കറക്റ്റ് ആയിട്ടുള്ളത്. അത് നമ്മൾ ഈ സ്പെല്ലർ ഇതിൽ ഉള്ള കാരണം നോക്കണമെന്ന് മാത്രം. അപ്പോൾ നമുക്ക് സ്പെല്ലിങ് പഠിച്ചു വെക്കാം. CHAUFFEUR ആണ് കറക്റ്റ് ആയിട്ടുള്ളത് കേട്ടോ, കറക്റ്റ് സ്പെൽ വേർഡ് ഉള്ളത്. ഓക്കെ, അടുത്തത് ഒരു ടെൻസ് ഫോം ആയിരുന്നു. ദ ചിൽഡ്രൻ ഡാഷ് ഇൻ ദ ഗാർഡൻ വെൻ ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ്. സ്റ്റാർട്ടഡ് റെയിനിങ്, അത് രണ്ട് ഭാഗം തന്നിട്ടുണ്ട്. വെൻ ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ് കുട്ടികൾ എന്താ ചെയ്തിരുന്നത്? ദ ചിൽഡ്രൻ ഡാഷ് ഇൻ ദ ഗാർഡൻ, കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ വേർ പ്ലേയിങ് ആണ് വരിക, കാരണം പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. അപ്പോൾ ടെൻസിൻ്റെ നിയമങ്ങളൊക്കെ ഒന്ന് എന്ത് ചെയ്യുക, ഇടയ്ക്കിടയ്ക്ക് എടുത്തൊന്ന് വായിച്ചു നോക്കാം കേട്ടോ. വേർ പ്ലേയിങ് ആണ് ഇവിടെ ഉത്തരമായിട്ട് വരിക. ടെൻസ് ഏതാണ്? പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഓക്കെ, രണ്ട് ആക്ഷൻ ഉണ്ടല്ലോ ഇവിടെ. പിന്നെ ചൂസ് ദ കറക്റ്റ് ആർട്ടിക്കിൾ. ഷീ ഈസ് റീഡിങ് ഡാഷ് ഇൻട്രസ്റ്റിംഗ് ബുക്ക്. ഷീ ഈസ് റീഡിങ് ഡാഷ് ഇൻട്രസ്റ്റിംഗ് ബുക്ക് എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എ ഉണ്ട്, ആൻ ഉണ്ട്, ധ ഉണ്ട്, നോ ആർട്ടിക്കിൾ. ഏതാ വരിക? ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പം നമുക്കറിയാം ആൻ ഇൻട്രസ്റ്റിംഗ് എന്നാണ് വരിക കേട്ടോ. ആൻ ഇൻട്രസ്റ്റിംഗ് എന്നാണ് വരിക. ഓക്കെ, ഷീ ഈസ് റീഡിങ് ആൻ ഇൻട്രസ്റ്റിംഗ് ബുക്ക്. അടുത്തത് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആണ്. ആൻ ഈസ് യൂസ്ഡ് ബിഫോർ ദ വേർഡ്സ് ദാറ്റ് ബിഗിൻ വിത്ത് എ വോവൽ സൗണ്ട് ആണെങ്കിൽ അറിയാലോ, ആനാണ് യൂസ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് ഇൻട്രസ്റ്റിംഗ് എന്നത് എന്താണ്? ഇൻട്രസ്റ്റിംഗ് എന്ന് വരുമ്പോൾ വവൽ സൗണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ആൻ യൂസ് ചെയ്തു. ഇനി ഐഡൻറ്റിഫൈ ദ കറക്റ്റ് പ്രിപ്പോസിഷൻ. ഹി ഹാസ് ബീൻ ആബ്സെൻറ്റ് ഡാഷ് ലാസ്റ്റ് മൺഡേ. ലാസ്റ്റ് മൺഡേ അതായത് ഒരു സ്പെസിഫിക് സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് ടൈം പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ലാസ്റ്റ് മൺഡേ വന്നു. അപ്പോൾ ഏതാണ് ഉത്തരമായിട്ട് വരിക? സിൻസ് ആണ് വരിക. അതുപോലെ തന്നെ 4 വരും. ഇവിടെ പോയിന്റ് ഓഫ് ടൈം ആണ് വന്നിട്ടുള്ളത് അല്ലേ, സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഇവിടെ ലാസ്റ്റ് മൺഡേ കണ്ടോ. മറ്റേത് പീരിയഡ് വരും. ആ പീരിയഡ് വരുമ്പോൾ ഏതാ വരിക? 4 ആണ് വരിക കേട്ടോ. ഓക്കെ, ഇവിടെ കറക്റ്റ് ഡേ ആണ് വന്നിട്ടുള്ളത്. അങ്ങനെ കറക്റ്റ് പോയിന്റ് ഓഫ് ടൈം ആണ് തരണമെങ്കിൽ ലാസ്റ്റ് മൺഡേ, അല്ല പീരിയഡ് ആണെങ്കിൽ നമ്മൾ 4 ആണ് ഉപയോഗിക്കാറ്. അപ്പോൾ അതൊക്കെ എപ്പോഴും വരുന്നതാണ്. അപ്പോൾ അതൊന്ന് നോക്കി വെക്കുക. ഇപ്രാവശ്യം പക്ഷേ ക്വസ്റ്റ്യൻ ഇംഗ്ലീഷ് ഭയങ്കര ടഫായിരുന്നു, ശരിയാണ്. അപ്പോൾ നമ്മൾ ഇത്രയും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് പഠിക്കേണ്ടിയിരിക്കുന്നു. ചേഞ്ച് ദ സെൻറ്റൻസ് ടു പാസീവ് വോയിസ്. പാസീവ് വോയിസിലേക്ക് മാറ്റാനാണ് പറഞ്ഞത്. ദ ഷെഫ് കുക്ക്ഡ് എ ഡിലീഷ്യസ് മീൽ. അപ്പോൾ എപ്പോഴും പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പം എന്തായിരിക്കും? എ ഡിലീഷ്യസ് മീൽ എന്നതാണ് പിന്നെ സബ്ജക്റ്റ് ആയിട്ട് എടുക്കുക. അപ്പോൾ അതുകൊണ്ട് എ ഡിലീഷ്യസ് മീൽ വെച്ചിട്ട് തന്നെയാണ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എ ഡിലീഷ്യസ് മീൽ എടുക്കുക. പിന്നെ കുക്ക്ഡ് ആണ്. അപ്പോൾ അതിന് എന്താ വരിക? വാസ് ആണ് വരിക. പിന്നെ കുക്ക്ഡ് അതേപോലെ തന്നെ എഴുതുക. ബൈ ദ, ആരാണോ ചെയ്തത് ബൈ ദ ഷെഫ് എഴുതുക. അപ്പോൾ ഏതാ ഉത്തരം വരിക? എ ഡിലീഷ്യസ് മീൽ വാസ് കുക്ക്ഡ് ബൈ ദ ഷെഫ് വരും കേട്ടോ. ഓക്കെ, ഡിലീഷ്യസ് മീൽ വാസ് കുക്ക്ഡ് ബൈ ദ ഷെഫ്. നെക്സ്റ്റ് വന്നിട്ട് അതുതന്നെയാണ്, അതിൻ്റെ എക്സ്പ്ലനേഷനാണ് കൊടുത്തിട്ടുള്ളത്. അടുത്തത് നമുക്ക് കുറച്ച് GK ക്വസ്റ്റ്യൻസ് പഠിക്കാം കേട്ടോ. വിച്ച് ആർട്ടിക്കിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ഡോക്ടർ BR അംബേദ്കർ കോൾഡ് ദ ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഹൃദയവും ആത്മാവുമെന്ന് BR അംബേദ്കർ വിശേഷിപ്പിച്ച ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ ഏതാണ് എന്നാണ് ചോദ്യം.
ഇവിടെ 4 ആർട്ടിക്കിളാണ് കൊടുത്തിട്ടുള്ളത്. ആർട്ടിക്കിൾ 32, ആർട്ടിക്കിൾ 14, ആർട്ടിക്കിൾ 352, ആർട്ടിക്കിൾ 364. അപ്പോൾ BR അംബേദ്കർ എന്താ വിശേഷിപ്പിച്ചത്? ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത് ഏത് അനുച്ഛേദത്തെ ആണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് അനുച്ഛേദമാണ്? ആർട്ടിക്കിൾ 32 കേട്ടോ. ആർട്ടിക്കിൾ 32 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആർട്ടിക്കിൾ 32 വേറൊരു പേരിൽ വിശേഷിപ്പിച്ചിട്ടുണ്ട്. അതെന്താണ്? ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഒരു ആള് താക്കൂർ ദാസ് ഭാർഗവ് എന്ന് പറഞ്ഞ ആള് ആമുഖത്തെയാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. 32 അല്ല, പക്ഷേ ഇതേ വാക്ക് തന്നെയാണ് ദ ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞിട്ട് താക്കൂർ ദാസ് ഭാർഗവ് വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ആമുഖത്തിനെയാണ് കേട്ടോ. ഇത് BR അംബേദ്കർ പറഞ്ഞതാണ്. പക്ഷേ ഇതേ വാക്ക് തന്നെ ആൾ യൂസ് ചെയ്തിട്ട് എന്തിനെയാണ്? ആമുഖത്തിനെയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ നമുക്ക് ആർട്ടിക്കിൾ 32 വരാം. എന്താണ് ആർട്ടിക്കിൾ 32? ആർട്ടിക്കിൾ 32 പറഞ്ഞു ഇപ്പം ഹൃദയവും ആത്മാവും എന്ന് പറഞ്ഞു. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആണല്ലോ ഒരാൾക്ക്. പ്രധാനപ്പെട്ടതാണ് എന്ത്? ആത്മാവും ഇമ്പോർട്ടൻ്റ് ആണ്, ഹൃദയവും ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? അപ്പോൾ അതേപോലെ തന്നെ ഈ ആർട്ടിക്കിൾ ഗ്യാരണ്ടി ചെയ്യുന്നത് ദ റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് വിച്ച് എംപവേഴ്സ് ഒരു സിറ്റിസൺ ടു മൂവ് ദ സുപ്രീം കോർട്ട് ടു എൻഫോഴ്സ് ദെയർ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. എല്ലാ വ്യക്തികൾക്കും അല്ലെങ്കിൽ എല്ലാ സിറ്റിസൺസിനും എന്തുണ്ട്? ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഉണ്ട് ഇല്ലേ? മൗലിക അവകാശങ്ങളുണ്ട്. അപ്പം നമ്മുടെ മൗലിക അവകാശങ്ങൾ നടത്തി കിട്ടുവാൻ വേണ്ടി നമുക്ക് സുപ്രീം കോടതിയെ സമീപിക്കാൻ കഴിയുന്നു അല്ലേ? ആ ഒരു റൈറ്റ്, അവകാശം, ആ കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി അത് ഗ്യാരണ്ടി ചെയ്യുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 32 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എന്താ ആർട്ടിക്കിൾ 32? ഏതൊരു പൗരനും തൻ്റെ ഫണ്ടമെൻ്റൽ റൈറ്റ് നടത്തി കിട്ടാൻ വേണ്ടിയിട്ട് സുപ്രീം കോടതിയെ സമീപിക്കാൻ അവകാശമുണ്ട് എന്ന് പ്രസ്താവിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 32. അപ്പോൾ ആർട്ടിക്കിൾ 32 വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായിട്ടാണ് എന്ത് ഈ ആർട്ടിക്കിൾ 32 ഫോം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആർട്ടിക്കിൾ 32 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി കോടതി എന്ത് പുറപ്പെടുവിക്കും? റിട്ടുകൾ പുറപ്പെടുവിക്കാറുണ്ട്. റിട്ട് എന്ന വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? ഓക്കെ, റിട്ട് എന്ന ആശയം ഇന്ത്യ ശരിക്കും കടമെടുത്തിരുന്നത് നമ്മുടെ ബ്രിട്ടനിൽ നിന്നാണ് കേട്ടോ. ബ്രിട്ടനിൽ നിന്നാണ് റിട്ട് എന്ന ആശയം ആദ്യം. ബ്രിട്ടൻ കണക്ട് ചെയ്ത് വയ്ക്കാൻ എളുപ്പമാണ്. അപ്പോൾ ആരൊക്കെയാണ് റിട്ട് പുറപ്പെടുവിക്കുക? സാധാരണയായിട്ട് 2 കൂട്ടർക്കാണ് അതിനുള്ള അതോറിറ്റി ഉള്ളത്. ഒന്ന് സുപ്രീം കോടതിക്കും ഉണ്ട്, പിന്നെ ഹൈക്കോടതിക്കും ഉണ്ട്. സുപ്രീം കോടതിയും പുറപ്പെടുവിക്കും, ഹൈക്കോടതിയും പുറപ്പെടുവിക്കും. അപ്പോൾ ഭരണഘടനയുടെ ഏത് വകുപ്പ് അനുസരിച്ചാണ് സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് 32 ആർട്ടിക്കിൾ പ്രകാരമാണ്. ഓക്കെ, അതാണ് ആർട്ടിക്കിൾ 32 ഒരു പ്രാധാന്യം എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 32 പ്രകാരമാണ് പ്രത്യേകം നോട്ട് ചെയ്യണം, സുപ്രീം കോടതി റിട്ട് പ്രസ്താവിക്കുന്നതാണ് ആർട്ടിക്കിൾ 32 പ്രകാരം. അപ്പോൾ നമ്മൾ പറഞ്ഞു ഹൈക്കോടതിക്കും റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം ഉണ്ടെന്ന്. പക്ഷേ ഹൈക്കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് ആർട്ടിക്കിൾ 32 പ്രകാരമല്ല, ആർട്ടിക്കിൾ 226 പ്രകാരമാണ് കേട്ടോ. ഏത് പ്രകാരം? ആർട്ടിക്കിൾ 226 പ്രകാരം. അപ്പോൾ 2 റിട്ടുകൾ, 2 അതോറിറ്റി ഉണ്ട്. ഒന്ന് സുപ്രീം കോടതി, അത് ആർട്ടിക്കിൾ 32 പ്രകാരം. ഹൈക്കോടതിയോ ആർട്ടിക്കിൾ 226 പ്രകാരം. എത്ര റിട്ടുകളാണുള്ളത്? 5 റിട്ടുകളാണുള്ളത് കേട്ടോ. അപ്പോൾ ഈ 5 റിട്ടുകളെ കുറിച്ച് 32 പരാമർശമുണ്ട്. 5 റിട്ടുകൾ നമുക്ക് പഠിക്കാം. ഹേബിയസ് കോർപ്പസ്, പിന്നെ 2 മാൻഡമസ്, പ്രൊഹിബിഷൻ, കൊവാറണ്ടോ ആൻഡ് സെർഷ്യോററി. ഇതാണ് 5 പ്രധാനപ്പെട്ട റിട്ടുകൾ എന്ന് പറയുന്നത്. ഹേബിയസ് കോർപ്പസ് ഉണ്ട്, മാൻഡമസ് ഉണ്ട്, പിന്നെ പ്രൊഹിബിഷൻ ഉണ്ട്, കൊവാറണ്ടോ, സെർഷ്യോററി. ഇത്രയാണ് റിട്ടുകൾ പറയുന്നത്. അപ്പോൾ ഹേബിയസ് കോർപ്പസ് നിങ്ങൾക്കറിയാം, ശരീരം ഹാജരാക്കാൻ പറയുകയാണ് അല്ലേ? ഒരു വ്യക്തിയെ കാണാണ്ടായി, അപ്പോൾ ശരീരം ഹാജരാക്കാൻ വേണ്ടിയിട്ട് പൊതുസ്ഥാപനങ്ങൾക്കെതിരെയോ സ്വകാര്യ വ്യക്തികൾക്കെതിരെയോ ഒക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് ഹേബിയസ് കോർപ്പസ്. ഓക്കെ, ഇതൊക്കെ ആരുമായി ബന്ധപ്പെട്ടതാണ്? നമ്മുടെ റിട്ടുകൾ ഈ ഒരു കോടതി, അതായത് 2 കൂട്ടർക്കാണ്, സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും. ശരിക്കും ആരെങ്കിലുമൊക്കെ നിയമവിധേയമല്ലാത്ത തടവിൽ വെച്ചിരിക്കുകയാണെങ്കിൽ അയാളെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കോടതി ഈ ഒരു ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്താൽ അയാളെ എന്ത് ചെയ്യണം? പുറത്തുവിടേണ്ടി വരും. അപ്പോൾ അതാണ് ഹേബിയസ് കോർപ്പസ്, ശരീരം ഹാജരാക്കുക. അതാണ് അതിൻ്റെ ഒരു അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇനി മാൻഡമസ് അല്ലെങ്കിൽ മാൻഡാമസ് എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ, മാൻഡമസ് എന്ന് പറഞ്ഞാൽ തന്നെ കൽപ്പിക്കുന്നു, നാം കൽപ്പിക്കുന്നു എന്നൊക്കെ അർത്ഥമാണ്. അതായത് ഒരു ഉദ്യോഗസ്ഥൻ സ്വന്തം ഒരു ഡ്യൂട്ടി നിറവേറ്റാൻ പറഞ്ഞിട്ട് കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണത് കേട്ടോ. അപ്പോൾ ചില ആൾക്കാർ എന്ത് ചെയ്യുക? ഒരു ഉദ്യോഗസ്ഥൻ തൻ്റെ ജോലി ചെയ്യുന്നില്ലെങ്കിൽ അയാൾക്കെതിരെ കോടതിക്ക് എന്ത് ചെയ്യാം? ഈ മാൻഡമസ് എന്ത് ചെയ്യാം? പുറപ്പെടുവിക്കാം.
അതിൻ്റെ അർത്ഥം അയാൾ ആ പണി എടുക്കണം എന്നാണ് കേട്ടോ. സ്വകാര്യ വ്യക്തികൾക്കോ അല്ലെങ്കിൽ സ്വകാര്യ വ്യക്തികൾക്കെതിരെ പറ്റില്ല കേട്ടോ, അത് ഉദ്യോഗസ്ഥന്മാർക്കെതിരെയാണ് പറയുന്നത്. സ്വന്തം കർത്തവ്യം നിറവേറ്റാത്ത ആൾക്കാരുണ്ടല്ലോ, അങ്ങനെ ഉദ്യോഗസ്ഥന്മാർക്കെതിരെയാണ് ഈ മാൻഡമസ് പുറപ്പെടുവിക്കുക. അത് രാഷ്ട്രപതിക്കോ ഗവർണർമാർക്കോ പാർലമെൻറ്റിലോ അവർക്കൊന്നും പറ്റില്ല കേട്ടോ റിട്ട്. അവർക്കൊന്നും എതിരായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ മാൻഡമസ് എല്ലാവർക്കും ഒന്ന് പുറപ്പെടുവിച്ച് കളയാമെന്ന് വിചാരിച്ച് പുറപ്പെടുവിക്കാൻ പറ്റില്ല. സ്വകാര്യ വ്യക്തികൾക്കെതിരെ പറ്റില്ല, പക്ഷേ അവർക്കെതിരെ പറ്റും. പിന്നെയുള്ള പ്രൊഹിബിഷനാണ്. പ്രൊഹിബിഷൻ എന്ന് വെച്ചാൽ ഒരു കീഴ്ക്കോടതി അതിൻ്റെ അധികാര പരിധി ലംഘിച്ച് എന്തെങ്കിലും ഒരു പ്രത്യേകിച്ച് ഒരു നീതി നടപ്പിലാക്കാൻ നോക്കുകയാണ്, അല്ലെങ്കിൽ ഒരു വിധി പ്രസ്താവിക്കാൻ പോവുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ നിയമവിരുദ്ധവും നീതിയില്ലാത്ത വിചാരണയൊക്കെ പുറപ്പെടുവിക്കുകയാണെങ്കിൽ അതിനെതിരെയാണ് പ്രൊഹിബിഷൻ, ടു ഫോർബിഡ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊഹിബിഷൻ ഓർഡർ വരിക. അപ്പോൾ അത് ഈ മേലെയുള്ള കോടതി താഴെയുള്ള കോടതികൾക്കെതിരെയാണ് കൊടുക്കാറ് സാധാരണ. ജുഡീഷ്യൽ അല്ലെങ്കിൽ ക്വാസി ജുഡീഷ്യൽ സ്ഥാപനങ്ങൾക്കെതിരെയാണ് ഇത് പുറപ്പെടുവിക്കുക. അത് വ്യക്തികൾക്കെതിരെയല്ല, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർക്കെതിരെയല്ല, കോടതികൾക്കെതിരെ തന്നെ, കോടതികൾ തന്നെ പുറപ്പെടുവിക്കുന്ന റിട്ടാണെന്ന് പ്രൊഹിബിഷൻ ഓർഡർ നിർത്താൻ പറഞ്ഞു. പിന്നെ കൊവാറൻറ്റോ എന്ന് പറഞ്ഞാൽ എന്തധികാരത്തിന്മേലാണ് നിങ്ങൾ ഈ പണിയെടുത്തത്, അതായത് ഒരു ആൾ അർഹതയില്ലാതെ ഉദ്യോഗം വഹിക്കുക, അയാൾക്ക് ഒരർഹതയില്ല, പക്ഷേ അയാൾ അവിടെ കയറിയിരുന്ന് ഭരിക്കുന്നു. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ട് സുപ്രീം കോടതി പ്രധാനപ്പെട്ട ഒരു റിട്ട് പുറപ്പെടുവിച്ചു, അതാണ് ഈ കൊവാറൻറ്റോ. എന്തർത്ഥത്തിലാണ് അവിടെ അധികാരം തുടരുന്നത് എന്ന് ചോദ്യം ചെയ്യുന്നതാണ് കൊവാറൻറ്റോ കേട്ടോ. അടുത്തത് സേർഷ്യോററിയാണ്. അത് ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്ന് മറ്റ് മേൽക്കോടതിയിലേക്ക് മാറ്റാൻ പറഞ്ഞിട്ട് ഉത്തരവിടുന്നതാണ് എന്ത്, സേർഷ്യോററി എന്ന് പറഞ്ഞാൽ. അതും എന്തല്ല, സ്വകാര്യ വ്യക്തികൾക്കെതിരെ പുറപ്പെടുവിക്കുന്നതല്ല. അപ്പം സ്വകാര്യ വ്യക്തികൾക്കെതിരെ പുറപ്പെടുവിക്കാത്ത റിട്ടുകൾ ഏതൊക്കെയാ, മാൻഡമസ്, സെർഷ്യോററി, പ്രൊഹിബിഷൻ. ഇതൊന്നും സ്വകാര്യ വ്യക്തികൾക്കെതിരെ പുറപ്പെടുവിക്കുന്നതല്ല എന്ന് ഒന്ന് ഓർത്തു വയ്ക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് റിട്ടുകളെ കുറിച്ച് പ്രധാനമായിട്ട് പറയാനുള്ളത്. അപ്പം 32 ഒന്ന് ഓർത്തു വയ്ക്കുക. ഹേബിയസ് കോർപ്പസ് ഉണ്ട്, പിന്നെ ഏതാ ഉള്ളത്, മാൻഡമസ് ഉണ്ട്, പ്രൊഹിബിഷൻ ഉണ്ട്, കൊവാറൻറ്റോ ഉണ്ട്, സെർഷ്യോററി ഉണ്ട് കേട്ടോ. ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. നമുക്കിപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നൊക്കെ നല്ല നല്ല ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഭരണഘടനയൊക്കെ ഒന്ന് ചെറുതായി നമ്മൾ നോക്കണം. അപ്പോൾ ഇതിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ, 5 ടൈപ്പ് ഓഫ് റിട്സ് ഉണ്ട്. ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, പ്രൊഹിബിഷൻ, കൊവാറൻറ്റോ, സെർഷ്യോററി എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നമ്മൾ പറഞ്ഞു, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് ആർട്ടിക്കിൾ 14 എന്താ നോക്കാം. മറ്റു ഓപ്ഷൻസ് ഒന്ന് ഓടിച്ച് പറഞ്ഞിട്ട് പോവാം. ആർട്ടിക്കിൾ 14 വീഡിയോ ലെങ്തായി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വന്നിരുന്നിട്ട് കാണാം കേട്ടോ. ഓക്കെ, ആർട്ടിക്കിൾ 14 എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽ വിത്ത് ഇക്വാളിറ്റി ബിഫോർ, എല്ലാവരും നിയമത്തിന് മുമ്പിൽ സമന്മാരാണ് എന്ന് പറയണതാണ് എന്ത്, ആർട്ടിക്കിൾ 14 എന്ന് പറഞ്ഞാൽ. ശരിയല്ലേ? അവിടെ പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ എന്തില്ല, വ്യത്യാസമില്ല. കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഒരു ഇത് പ്രകാരം എല്ലാവർക്കും ഒരേ ഇക്വാളിറ്റിയാണ്, ഒരേ തുല്യത ഉറപ്പുവരുത്തുന്നതാണ്. അപ്പോൾ തുല്യത ഉറപ്പുവരുത്തുന്നത് ഇക്വാളിറ്റി ബിഫോർ ലോ, അതാണ് ആർട്ടിക്കിൾ 14 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓൾ പേഴ്സൺസ് വിത്തിൻ ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ ആർ ഈക്വൽ അല്ലേ. ഇറ്റ് സ്റ്റേറ്റ് അവർക്ക് എന്തെങ്കിലും ബൗണ്ടറി ഉണ്ടോ, ഇല്ല. ഷാൾ നോട്ട് ഡിനൈ എനി പേഴ്സൺ ഈക്വൽ, എല്ലാവർക്കും ഈക്വൽ പ്രൊട്ടക്ഷൻ, ഈക്വൽ റൈറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അവിടെ ഒരു സോഷ്യൽ എക്കണോമിക് സ്റ്റാറ്റസ് നോക്കിയിട്ടുള്ള ഒരു ഇല്ല. നിയമത്തിൻ്റെ കണ്ണിലൂടെ നോക്കുമ്പം എല്ലാവരും സമന്മാരാണ്. അതാണ് ആർട്ടിക്കിൾ 14 ഉറപ്പ് നൽകുന്നത്, ഇക്വാളിറ്റി ബിഫോർ ലോ. അടുത്തത് ആർട്ടിക്കിൾ 352 അത് ഈ നാഷണൽ എമർജൻസി ഉണ്ടല്ലോ. നാഷണൽ എമർജൻസി, എന്തെങ്കിലും വാർ വന്നു, അല്ലെങ്കിൽ എക്സ്റ്റേണൽ അഗ്രഷൻസ് വന്നു, ഈ സായുധ കലാപം എന്നൊക്കെ പറയില്ലേ, ആംഡ് റിബല്യൻ എന്ന് പറയും, അതൊക്കെ വരുമ്പോഴാണ് ആർട്ടിക്കിൾ 352 നാഷണൽ എമർജൻസി എന്ത് ചെയ്യുക, പുറപ്പെടുവിക്കുക. അതുമായി നാഷണൽ എമർജൻസിയാണ്, ഫിനാൻഷ്യൽ എമർജൻസി വേറെയുണ്ട്. ഇത് നാഷണൽ എമർജൻസിയാണ് ആർട്ടിക്കിൾ 352. അതുമായി ബന്ധപ്പെട്ടതാണ് ആർട്ടിക്കിൾ 356. അത് ഓപ്ഷനിലില്ല, ജസ്റ്റ് നമ്മൾ പറയുന്നു എന്നുള്ളൂ. 356 ശരിക്കും പ്രസിഡൻറ്റിൻ്റെ റൂള്, അതായത് പുറപ്പെടുവിക്കുമല്ലോ, നമ്മൾ പറയില്ലേ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുകയെന്ന്. അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ എമർജൻസി അല്ലെങ്കിൽ സ്റ്റേറ്റ് എമർജൻസിയാണ് കേട്ടോ. അതുമായി ബന്ധപ്പെട്ടതാണ് ആർട്ടിക്കിൾ 356 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഗവൺമെൻറ് പരാജയപ്പെടുക, അപ്പോഴാണല്ലോ ഒരു രാഷ്ട്രപതി ഭരണം ഒരു സംസ്ഥാനത്തിന് മുകളിൽ ഏർപ്പാടാക്കുക. അത് പിന്നെ ആർട്ടിക്കിൾ 364 കൊടുത്തിട്ടുള്ളത്. ആർട്ടിക്കിൾ 364 അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. അത് ഒരു പബ്ലിക് നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ്. മേജർ പോർട്ടുകളോ അല്ലെങ്കിൽ അതുപോലെ തന്നെ വിമാനത്താവളങ്ങളിൽ നിന്നൊക്കെ കുറച്ച് എക്സെപ്ഷൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതത്ര ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷേ ബാക്കി പറഞ്ഞിട്ടുള്ളതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ആർട്ടിക്കിൾ 14 ഇക്വാളിറ്റി ബിഫോർ ലോ ആണ്. 32 നമ്മൾ പറഞ്ഞു, റിട്ടുകൾ പുറപ്പെടുവിക്കുന്ന ഹൈക്കോടതി
പിന്നെ സുപ്രീം കോടതിയുടെയാണ് 32, ഹൈക്കോടതിയുടെ 226 കേട്ടോ ആർട്ടിക്കിൾ 352 എന്തായിരുന്നു? 352 നമ്മൾ പറഞ്ഞു നാഷണൽ എമർജൻസി ആയിരുന്നു. ആർട്ടിക്കിൾ 364 അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, അത് വിട്ടേക്കു. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ പഠിക്കേണ്ടത് 356 356 കോൺസ്റ്റിറ്റ്യൂഷണൽ എമർജൻസി അല്ലെങ്കിൽ സ്റ്റേറ്റ് എമർജൻസി, പ്രസിഡൻഷ്യൽ റൂൾ എന്നൊക്കെ പറയൂ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ദ കേരള ക്യാബിനറ്റ് ഹു ഈസ് ദ മിനിസ്റ്റർ ഫോർ അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട മിനിസ്റ്റർ ആരാണെന്ന്? അപ്പം ഇപ്പം ആരാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ മേധാവി എന്നറിയപ്പെടുന്നത്? ആരാണ്? ഡോക്ടർ ആർ ബിന്ദു ആണ് കേട്ടോ. അപ്പോൾ അവരുടെ ഈ അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാം ASAP എന്ന് ആണ് അറിയപ്പെടുന്നത്. അതൊരു സെക്ഷൻ 8 കമ്പനിയാണ്. അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാം കേരള സർക്കാരിൻ്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിലുള്ള സെക്ഷൻ 8 കമ്പനിയാണത്. അത് എന്തിനു വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നത്? കേരള വിദ്യാർത്ഥികളുടെയും പൊതുജനങ്ങളുടെയും തൊഴിൽ ക്ഷമത വർദ്ധിപ്പിക്കുന്നതിനായി അവരുടെ നൈപുണ്യ വികസനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന സ്ഥാപനമാണ് ആസ്പ് എന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമുക്ക് ബാക്കിയുള്ള ആൾക്കാരെ നോക്കാം. KN ബാലഗോപാലൻ മിനിസ്റ്റർ ഓഫ് ഫിനാൻസ് ആണ്. ശിവൻകുട്ടി അറിയാം, ജനറൽ എഡ്യൂക്കേഷൻ ആൻഡ് ലേബർ ആണ്. പിന്നെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പാണ് ബിന്ദു. ഓക്കെ. P രാജീവ് എന്താണ്? മിനിസ്റ്റർ ഫോർ ലോ ആൻഡ് ഇൻഡസ്ട്രീസ് ആണ് കേട്ടോ, നിയമവും ഇൻഡസ്ട്രീസുമാണ്. അടുത്ത് ചോദിച്ചിട്ടുള്ള ഹിരാക്കുണ്ട് ഡാം ആയിരുന്നു ഒഡീഷ ഹിരാക്കുണ്ട് ഡാം ഏതാണ്? മഹാനദിയിലാണ് കേട്ടോ. ഹിരാക്കുണ്ട് ഡാം ഈസ് ലൊക്കേറ്റഡ് ഓൺ ദ മഹാനദി. കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒഡീഷ തന്നെ ഉണ്ടായിരുന്നു, ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്നത്. ഓക്കെ. അപ്പോൾ അതൊക്കെ ഒഡീഷ സംസ്ഥാനം ഇപ്പോൾ കുറച്ച് നാളായിട്ട് കയറി വരുന്നുണ്ട്. ഹിരാക്കുണ്ട് ഡാം ഈസ് ലൊക്കേറ്റഡ് ഓൺ ദ മഹാനദി റിവർ ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഒഡീഷ. ലോങ്ങസ്റ്റ് എർത്തൻ ഡാമാണ് കേട്ടോ. എർത്തൻ ഡാം എന്ന് പറഞ്ഞാൽ ഏറ്റവും നീളം കൂടിയ മണ്ണ് കൊണ്ട് നിർമ്മിച്ച അണക്കെട്ടാണ് കേട്ടോ അത്. ലോങ്ങസ്റ്റ് എർത്തൻ ഡാം എന്ന് പറഞ്ഞാൽ ഇന്ത്യ സാമ്പൽപൂരിൽ നിന്ന് ഏകദേശം 10 കിലോമീറ്റർ അകലെ മഹാനദിക്ക് കുറുകെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ എർത്തൻ ഡാം എന്ന് പറഞ്ഞാൽ മണ്ണ് കൊണ്ട് നിർമ്മിച്ച അണക്കെട്ടാണിത്. അടുത്തത് വിച്ച് സ്റ്റേറ്റ് ഹോസ്റ്റഡ് ദ 2025 നാഷണൽ സരസ് മേള? എവിടെയാണ് സംഘടിപ്പിച്ചത്? കേരളത്തിലാണ് സംഘടിപ്പിച്ചത് കേട്ടോ. കേരള നാഷണൽ സരസ് മേള എവിടെയാണ്? കേരളത്തിലാണ് സംഘടിപ്പിച്ചത്. ഓക്കെ. എവിടെയായിരുന്നു? കേരളത്തിലെ ചെങ്ങന്നൂരായിരുന്നു. ജനുവരി 20 തൊട്ട് 31 വരെ മുനിസിപ്പൽ സ്റ്റേഡിയത്തിലാണ്. കുടുംബശ്രീയാണ് അത് ആസൂത്രണം ചെയ്തത്. റൂറൽ പ്രോഡക്ട്സ് ഒക്കെ കൂടി ഒരു യൂണിഫൈഡ് പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരിക, വിൽക്കുക, അത്രയേ ഉള്ളൂ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഹാൻഡിക്രാഫ്റ്റ് ഐറ്റംസും ജ്വല്ലറിയും ടെക്സ്റ്റൈൽസും എല്ലാ തരത്തിലുള്ളത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വി സ്റ്റേറ്റ് ഹോസ്റ്റഡ് ദ 2025 നാഷണൽ സരസ് മേള ചോദിച്ചു കഴിഞ്ഞു. കേരളത്തിലാണ് സരസ് മേള നടന്നത്. എവിടെയാണെന്ന് വെച്ചാൽ ചെങ്ങന്നൂരാണ്. ഓക്കെ. അടുത്തത് ഹു ഈസ് ദ പ്ലെയർ ഹു ടുക്ക് ദ മോസ്റ്റ് വിക്കറ്റ്സ് ഇൻ ദ 2025 IPL പർപ്പിൾ ക്യാപ്പ് നേടിയത് ആരാണ്? IPL പർപ്പിൾ ക്യാപ്പ്. അപ്പോൾ IPL ശ്രദ്ധിക്കുന്നവർക്കറിയാം, ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ ആരാണ്? പ്രസിദ്ധ കൃഷ്ണനായിരുന്നു എന്ത് പർപ്പിൾ ക്യാപ്പ് ലഭിച്ചത്. ഓക്കെ. അപ്പോൾ അങ്ങനത്തെ മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ. ആരാണ്? പ്രസിദ്ധ കൃഷ്ണൻ, ഗുജറാത്ത് ടൈറ്റൻസ് 2025 IPL പർപ്പിൾ ക്യാപ്പ് നേടി. അടുത്തത് വാട്ട് ഈസ് ദ നെയിം ടു ദ റീസെൻറ്റ് ഇനീഷ്യേറ്റീവ് ഓഫ് ദ കേരള മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ട്രാഫിക് വയലേഷൻസ് മോണിറ്റർ ചെയ്യാനും അതുപോലെ ട്രാഫിക് ലോസ് ഒക്കെ എൻഫോഴ്സ് ചെയ്യാനും അപകടങ്ങൾ റോഡ് ആക്സിഡൻറ്റ്സ് കുറയ്ക്കാനും ഒക്കെ വേണ്ടിയിട്ട് അവരൊരു AI ക്യാമറ ടെക്നോളജിയൊക്കെ കൊണ്ടുവന്നു. അതിൻ്റെ പേരാണ് ചോദിച്ചിട്ടുള്ളത്. എന്താ പേര്? സേഫ് കേരള എന്നതാണ് പേര് കേട്ടോ. സേഫ് കേരള പ്രോജക്റ്റ് ഈസ് ദ കേരള മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇനിഷ്യേറ്റീവ് ടു യൂസ് എയർ പവേർഡ് ക്യാമറാസ് ആൻഡ് അതർ ടെക്നോളജീസ് ഫോർ ഓട്ടോമാറ്റഡ് ട്രാഫിക് എൻഫോഴ്സ്മെൻറ്റ് എയിംഡ് അറ്റ് റെഡ്യൂസിങ് വയലേഷൻസ് ആൻഡ് റോഡ് ആക്സിഡൻറ്റ്സ്. ഓക്കെ. അതുപോലെ തന്നെയാണ് താലോലം എന്താണ്? കേരള ഗവൺമെൻറ്റിൻ്റെ ഫ്രീ ട്രീറ്റ്മെൻറ്റ് ആണ് കേട്ടോ. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് വേണ്ടി, ക്രോണിക് ഡിസീസസ് ബാധിച്ചവർക്ക് വേണ്ടിയിട്ടുള്ള 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് താലോലം. ഓക്കെ. അടുത്തത് നിർഭയ എന്താണ്? സെക്ഷൽ വയലൻസിനെതിരെയാണ് കേട്ടോ. കോമ്പാക്റ്റിംഗ് സെക്ഷൽ വയലൻസ് ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ, അതിനെതിരെയാണ് നിർഭയ പോളിസി ഉള്ളത് ഗവൺമെൻറ് ഓഫ് കേരള. അതായത് സെക്ഷൽ വയലൻസ് അഗെയിൻസ്റ്റ് വുമൺ ആൻഡ് ചിൽഡ്രൻ, അതിനെതിരെയാണ് നിർഭയം. പിന്നെ സുഖയാത്ര എന്ന് പറഞ്ഞിട്ടുണ്ട്. ശുഭയാത്ര എന്ന് പറഞ്ഞിട്ട് പരിപാടിയുണ്ട്. അത് നമ്മുടെ നാഷണൽ ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെയൊക്കെ ആയിരുന്നു ശുഭയാത്ര എന്നുള്ളത്. പക്ഷേ സുഖയാത്ര എന്ന് പറഞ്ഞാൽ കേരളവുമായി ബന്ധപ്പെട്ടതല്ല. അപ്പം 3 പോളിസി. താലോലം എന്താണ്? താലോലം 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കുള്ള ഫ്രീ ട്രീറ്റ്മെൻറ്റ് ഫോർ ചിൽഡ്രൻ പരിപാടിയാണ്. നിർഭയം സെക്ഷുവലി നേരിടുന്ന അത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കുട്ടികൾക്കും സ്ത്രീകൾക്കും എതിരെയുള്ള അതിക്രമങ്ങൾ തടയാൻ. സേഫ് കേരള നമ്മൾ പറഞ്ഞു. സുഖയാത്ര കേരളവുമായി ബന്ധപ്പെട്ടതല്ല, നാഷണൽ ലെവലുള്ള പരിപാടിയാണ്.
അടുത്തത് വിച്ച് ആർ ദ 5 പെർമനൻറ്റ് മെമ്പേഴ്സ് ഓഫ് 15 മെമ്പർ യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിൽ വിത്ത് വീറ്റോ പവർ ചോദിച്ചിട്ടുണ്ട്. ആരാണ് 5 സ്ഥിരാംഗങ്ങൾ? 15 മെമ്പറാണ് എന്ത് യുണൈറ്റഡ് നാഷൻസിൻ്റെ സെക്യൂരിറ്റി കൗൺസിലിൽ ഉള്ളത്. ഓക്കെ, യുണൈറ്റഡ് നാഷൻ സെക്യൂരിറ്റി കൗൺസിലുള്ളത് എത്രയാണ്? 15 അംഗങ്ങളാണുള്ളത്. അതിൽ 5 എണ്ണം സ്ഥിര അംഗങ്ങളാണ്, 10 എണ്ണം പെർമനൻ്റ് അല്ല, അതായത് ടെമ്പററി ആയിരിക്കും, നോൺ പെർമനൻ്റ് എന്ന് പറഞ്ഞിട്ടാണ് അറിയുക. അപ്പോൾ പെർമനൻ്റ് ആരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈന, ഫ്രാൻസ്, റഷ്യ, UK, USA ഇവരാണ് പെർമനൻ്റ് കേട്ടോ. ചൈന, ഫ്രാൻസ്, റഷ്യ, യുണൈറ്റഡ് കിങ്ഡം, അതുപോലെ തന്നെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ഇവരാണെന്ത് സ്ഥിരാംഗങ്ങളുള്ളത്. പെർമനൻ്റ് മെമ്പേഴ്സ് ആരൊക്കെയാണ്? ഓൾസോ നോൺ ആസ് പെർമനൻ്റ് 5, ബിഗ് 5, P5 എന്നൊക്കെ അറിയപ്പെടും. 5 സോവറിൻ സ്റ്റേറ്റ്സ് ആണ് UN ചാർട്ടറിൽ അന്ന് ഒപ്പുവെച്ചത് 1945. ചൈന, ഫ്രാൻസ്, റഷ്യ, യുണൈറ്റഡ് കിങ്ഡം ആൻഡ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. പിന്നെ അതായത് പ്രധാനപ്പെട്ട യുണൈറ്റഡ് നാഷൻസിൻ്റെ പ്രധാനപ്പെട്ട 6 മെയിൻ ഓർഗാൻസിൽ ഒന്നാണ് എന്ത് ഈ സെക്യൂരിറ്റി കൗൺസിൽ എന്ന് പറഞ്ഞാൽ. അവരുടെ പ്രൈമറി റെസ്പോൺസിബിലിറ്റി ഇൻ്റർനാഷണൽ പീസും സെക്യൂരിറ്റിയും ഉറപ്പുവരുത്തുകയാണ്. 15 മെമ്പേഴ്സാണുള്ളത്. 10 മെമ്പേഴ്സിൽ നിന്ന് പിന്നെ ഈ നോൺ പെർമനൻറ്റ് മെമ്പേഴ്സ് എലക്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുക കേട്ടോ. ഉള്ള മെമ്പേഴ്സിൽ നിന്ന് 2 വർഷം കൂടുമ്പോൾ അവരുടെ ടേം മാറിക്കൊണ്ടിരിക്കും. ഒരു സ്റ്റേറ്റ് ഒരു പിന്നെ കൺട്രിക്ക് 2 വർഷമാണ് കൊടുക്കുക. ഈ നോൺ പെർമനൻറ്റ് മെമ്പേഴ്സ് നമ്മുടെ ഇന്ത്യ മെമ്പറായിട്ടുണ്ട് എത്ര തവണ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 8 തവണ ആയിട്ടുണ്ട്. അപ്പോൾ 8 തവണ എന്ന് പറയുമ്പോൾ ഒരു 16 വർഷത്തോളം മെമ്പറായിരുന്നു. ഒരുമിച്ചല്ല, ഇടയ്ക്കാണ് കേട്ടോ ആവുക. 2 വർഷം കഴിയുമ്പോൾ ഇറങ്ങും, പിന്നെ അങ്ങനെ ആവും. അങ്ങനെ 8 തവണ ഇന്ത്യ ആയിട്ടുണ്ട്. ഓക്കെ, ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂയോർക്കാണ്, അതൊന്ന് ശ്രദ്ധിച്ചു വെച്ചോളൂ. യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ന്യൂയോർക്കാണ്. ഫൗണ്ട് ചെയ്തത് 24 ഒക്ടോബർ 1945 ആണ്. അപ്പോൾ ചിലപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം, യുണൈറ്റഡ് നാഷൻ സെക്യൂരിറ്റി കൗൺസിലിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ന്യൂയോർക്കാണ്. എന്നാണ് സ്ഥാപിച്ചത്? 24 ഒക്ടോബർ 1945. നോൺ പെർമനൻറ്റ് മെമ്പേഴ്സ് 10 ആണുള്ളത്. അവരെ എലക്ട് ചെയ്യുന്നത് 2 വർഷത്തേക്കാണ്. മറ്റൊരു സ്ഥിരമാണ് കേട്ടോ. ഹു ഈസ് ദ ഓൺലി ഇന്ത്യൻ ടു ബി അവാർഡഡ് ബോത്ത് ഇന്ത്യസ് ഹയസ്റ്റ് സിവിലിയൻ അവാർഡായ ഭാരതരത്നയും പാകിസ്ഥാൻ്റെ ഹയസ്റ്റ് സിവിലിയൻ അവാർഡായ നിഷാനി പാകിസ്ഥാന് ലഭിച്ച വ്യക്തി ആരാണ്? മൊറാർജി ദേശായി ആണ് കേട്ടോ. രണ്ടും ലഭിച്ച ആൾ മൊറാർജി ദേശായി ആണ്. ഓക്കെ, അതായത് നിഷാനി പാകിസ്ഥാൻ 90-ലും ഭാരതരത്ന 91-ലുമാണ് ലഭിച്ചത്. അടുത്തത് ഹു വാസ് ദ ലാസ്റ്റ് ഒഫീഷ്യൽ റൂളർ ഓഫ് ട്രാവൻകൂർ? ട്രാവൻകൂറിലെ അവസാനത്തെ ഭരണാധികാരി ആരായിരുന്നു? ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ് അവസാനം. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരിക. ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ് അവസാനം. പിന്നെ ഇപ്പോൾ നമ്മുടെ ഇതൊക്കെ വന്നുല്ലോ, ഫോർമേഷനും കാര്യങ്ങളൊക്കെ ആയി. അപ്പോൾ അതോടുകൂടി രാജഭരണം ഇല്ലാതെയായി അല്ലേ. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് നമ്മുടെ ക്ഷേത്രപ്രവേശന വിളംബരം 1936 നവംബർ 12. ആ ഡേറ്റ് ചോദിക്കാറുള്ളതാണ്. ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന വർഷം ഏത്? 1936 നവംബർ 12. അപ്പോൾ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരി എന്നറിയപ്പെടുന്ന ആരാണ്? ശ്രീ ചിത്തിര തിരുനാളാണ് കേട്ടോ. ഓക്കെ, ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. വ്യവസായവൽക്കരണമൊക്കെ തുടങ്ങിയത് എന്താണ്? ശ്രീധരമേനോനായിരുന്നു ഒന്നുണ്ടായിരുന്നത്. ഭൂപണയ ബാങ്ക് നമ്മുടെ സ്ഥാപിച്ച തിരുവിതാംകൂറിലെ ചിത്തിര തിരുനാളിൻ്റെ കാലത്താണ് 1932 കേട്ടോ. പബ്ലിക് സർവീസ് കമ്മീഷൻ സ്ഥാപിച്ചതും ആരുടെ കാലത്താണ്? 36 ശ്രീ ചിത്തിര തിരുനാളാണ്. ഓർക്കുക, തിരുവിതാംകൂറിലെ പബ്ലിക് സർവീസ് കമ്മീഷൻ സ്ഥാപിച്ചിട്ടുണ്ട്. സർവകലാശാല, ശ്രീ ചിത്തിര തിരുനാൾ സർവകലാശാല സ്ഥാപിച്ചത് അദ്ദേഹത്തിൻ്റെ കാലത്താണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ അവരുടെ സർവകലാശാലയുടെ ഫസ്റ്റ് വൈസ് ചാൻസലറായിരുന്നത് ആരാണ്? ചിത്തിര തിരുനാളായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനെ കുറേ തിരുവിതാംകൂറിൻ്റെ ചരിത്രത്തിൽ ഒരുപാട് സംഭാവനകൾ നൽകിയതാണ്. സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസ് ആരംഭിച്ചിട്ടുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്ത ആളാണ് ആര്? ശ്രീ ചിത്തിര തിരുനാൾ. ഓക്കെ, ട്രാവൻകൂർ ബാങ്ക് ലിമിറ്റഡും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ ആ കാലത്തുണ്ടായിരുന്നു. തിരുവിതാംകൂറിൽ പ്രായപൂർത്തി വോട്ടവകാശം ഏർപ്പെടുത്തിയത് ആരാണ്? ശ്രീ ചിത്തിര തിരുനാളാണ്. വിധവ പുനർവിവാഹം ഒക്കെ തുടങ്ങി. പിന്നെ ഒരുപാട് കളിമൺ ഫാക്ടറിയും ഫാക്റ്റും പുനലൂർ പ്ലൈവുഡ് ഫാക്ടറിയും ഒക്കെ വന്നത് ആ സമയത്താണ്. പള്ളിവാസലിൽ പ്രവർത്തനം ആരംഭിച്ചു 40-ലാണ്. ഓക്കെ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ആ സമയത്ത്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് വിച്ച് സോഷ്യൽ റീഫോമർ ഫൗണ്ടഡ് ആര്യ സമാജം സ്ഥാപിച്ചത്? ആരാണ് ആര്യ സമാജം സ്ഥാപിച്ചത്? സ്വാമി ദയാനന്ദ സരസ്വതിയാണ് ആര്യ സമാജ സ്ഥാപകൻ. ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതി. ഓക്കെ, അതും അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ടൊരു മുദ്രാവാക്യം എന്തായിരുന്നു? ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യം മുഴക്കിയത് ആരാണ്?
ദയാനന്ദ സരസ്വതിയാണ് കേട്ടോ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ സ്വരാജ് സ്വഭാഷ സ്വധർമ്മ എന്നും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. സ്വരാജ് സ്വഭാഷ സ്വധർമ്മ. പിന്നെ അടുത്ത പ്രധാനമാണ് വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന ആഹ്വാനം ചെയ്തതും ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതിയാണ് കേട്ടോ. ഓക്കെ. അപ്പോൾ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം മുഴക്കി സ്വരാജ് സ്വഭാഷ സ്വധർമ്മ വേദങ്ങളിലേക്ക് മടങ്ങാൻ ആഹ്വാനം ചെയ്തതാണ് ആര്? സ്വാമി ദയാനന്ദ സരസ്വതി എന്ന് പറയുന്നത്. ഓക്കെ. ഹിന്ദുമതത്തിൻ്റെ കാൽവിൻ എന്നൊക്കെയാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. ആര്യസമാജം ബോംബെയിൽ 1875 സ്ഥാപിച്ചത് കേട്ടോ. ഓക്കെ. പ്രധാനപ്പെട്ട കൃതിയാണെന്ത്? സത്യാർത്ഥ പ്രകാശം എന്ന കൃതി രചിച്ചത് ആരാണെന്ന് ചോദിക്കാറുണ്ട്. ദയാനന്ദ സരസ്വതിയാണ്. ശരിക്കും ആര്യ സമാജത്തിൻ്റെ തന്നെ ബൈബിൾ എന്നാണ് ഈ സത്യാർത്ഥ പ്രകാശത്തിന് അറിയപ്പെടുന്നത് കേട്ടോ. ഓക്കെ. ആര്യസമാജം സ്ഥാപിച്ചത് അദ്ദേഹമാണല്ലോ. അപ്പോൾ ആര്യസമാജത്തിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതിയായ എന്താണ്? സത്യാർത്ഥ പ്രകാശമാണ് ദയാനന്ദ സരസ്വതി. ഓക്കെ. പിന്നെ ദയാനന്ദ സരസ്വതിയായി ബന്ധപ്പെട്ടത് എന്താണ്? ഒരു പത്രമുണ്ട്, ആര്യപ്രകാശം. പിന്നെ അദ്ദേഹവുമായി ബന്ധപ്പെട്ടൊരു പ്രസ്ഥാനമാണ് ശുദ്ധി പ്രസ്ഥാനം. ശുദ്ധി പ്രസ്ഥാനം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സ്വാമി ദയാനന്ദ സരസ്വതിയായി ബന്ധപ്പെട്ടിരിക്കുന്നു. സത്യാർത്ഥ പ്രകാശം എന്ന പുസ്തകം ഹിന്ദിയിലാണ് കേട്ടോ രചിച്ചിട്ടുള്ളത്. പിന്നെ ദയാനന്ദ സരസ്വതി ആരംഭിച്ച പത്രമാണെന്ത്? ആര്യപ്രകാശം എന്നത്. അപ്പോൾ അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക കേട്ടോ. സത്യാർത്ഥ പ്രകാശം മാത്രമല്ല, വേറെയുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതി സത്യാർത്ഥ പ്രകാശമാണ് കേട്ടോ. ഓക്കെ. നമ്മുടെ ലാലാ ലജ്പത് റായ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ശിഷ്യനായിരുന്നു കേട്ടോ. ഓക്കെ. അപ്പോൾ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണത്. വിച്ച് സോഷ്യൽ റിഫോമർ ഫൗണ്ട് ആര്യ സമാജ് ഇൻ ദ ഇയർ 1875? സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ബോംബെയിൽ വെച്ച് 1875 അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പത്രം ആര്യപ്രകാശം, ഈ ഒരു പേരിൽ തന്നെയാണ് ആര്യപ്രകാശം എന്നത് അദ്ദേഹത്തിൻ്റെ പത്രമാണ്. പുസ്തകം എന്താണ്? സത്യാർത്ഥ പ്രകാശമാണ്. 3 കോട്ട് പറഞ്ഞു. ഇന്ത്യക്കാർക്ക് സ്വരാജ് സ്വഭാഷ സ്വധർമ്മ വേദങ്ങളിലേക്ക് മടങ്ങാൻ എന്ത് ചെയ്തു പറഞ്ഞു. ഓക്കെ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ദയാനന്ദ സരസ്വതിയുടെ പണ്ട് ജനറൽ PSCക്ക് എപ്പോഴും ചോദിക്കാറുണ്ട് മൂൽ ശങ്കർ എന്ന പേരിൽ അറിയപ്പെടുന്നത് സ്വാമി ദയാനന്ദ സരസ്വതി. നമുക്ക് അത്രയൊന്നും CSEBക്ക് അത്രയൊന്നും കണ്ടുവരാറില്ല. പക്ഷെ ഇപ്പോൾ ക്വസ്റ്റ്യൻസൊക്കെ കുറച്ച് ആഴത്തിലിറങ്ങി തുടങ്ങിയിട്ടുണ്ട്. സോ ഒന്ന് നോട്ട് ചെയ്താൽ നന്നായിരിക്കും കേട്ടോ. അറിയണ പോയിന്റുകളൊക്കെ പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട എന്ത് ചെയ്യുക? വീഡിയോ ഒന്ന് ലൈക്കൊക്കെ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നോട്ട് വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? നമ്മുടെ പെയ്ഡ് ഗ്രൂപ്പിൽ കൊടുക്കാം കേട്ടോ. ഓക്കെ. അപ്പോൾ ബാക്കി അക്കൗണ്ടൻസി ക്വസ്റ്റ്യൻസ് എടുക്കാണ്ട് ഇനി ഇതിലത്തെ ഈ 1060 അക്കൗണ്ടൻസി ക്വസ്റ്റ്യൻസ് എടുക്കാം. അത് കഴിഞ്ഞ് നമ്മുടെ പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാം കേട്ടോ. പുതിയ ക്വസ്റ്റ്യൻ പേപ്പറിൽ വെറൈറ്റി ക്വസ്റ്റ്യൻ ആണെന്നൊക്കെ പറഞ്ഞു. ഒരു വെറൈറ്റി ഇല്ല, നമ്മൾ പഠിച്ചാൽ കിട്ടാവുന്ന ക്വസ്റ്റ്യൻസ് തന്നെയുള്ളൂ കേട്ടോ. അപ്പോൾ ഓക്കെ. അപ്പോൾ നമുക്ക് നോക്കി പഠിക്കാം. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക? നല്ല കുട്ടികളായിട്ട് പഠിക്കുക കേട്ടോ. ശരി, താങ്ക് യു.